ഇവിടെ നിന്ന് EV രാമസ്വാമി നായ്ക്കർ 1924 അങ്ങ് വൈക്കം സത്യാഗ്രഹത്തിന് കോട്ടയത്ത് വൈക്കത്ത് വന്നിരുന്നു. ആ വൈക്കത്ത് വന്ന് EV രാമസ്വാമി സംസാരിച്ചത് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ ആൾക്കാർ പറയുന്നത് പോലെ ആയിരുന്നില്ല സംസാരിച്ചത്. EV രാമസ്വാമി നായ്ക്കർ അന്ന് വൈക്കത്ത് വന്ന് സംസാരിച്ചത് ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനൊന്നെടുത്ത് കേൾക്കാൻ ആ പുസ്തകം ഒന്നെടുത്ത് നോക്കാൻ ഇടയായി. അന്ന് അദ്ദേഹം അവിടെ സംസാരിച്ചത് ഹിന്ദു സമൂഹം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ മാത്രം ഇങ്ങനെ എണ്ണസംഖ്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, 5% മുസ്ലിങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, 25 ലക്ഷത്തിൽ പരം വരുന്ന ക്രിസ്ത്യാനികൾ വർദ്ധിച്ചിരിക്കുന്നു, പക്ഷെ ഹിന്ദു സമൂഹം ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വേവലാതിയായിരുന്നു EV രാമസ്വാമി നായ്ക്കർ അന്ന്. അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് വിവേകാനന്ദ സ്വാമിയുടെ പാദസ്പർശമേറ്റ ഭൂമിക്ക്, അയ്യാ വൈകുണ്ഠ സ്വാമിയുടെ ജന്മം കൊണ്ട് പവിത്രമായ ഭൂമിക്ക്, ഇന്ത്യയിലെ സനാതന ധർമ്മ മൂല്യങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും ഉദാത്തവും ഉജ്ജ്വലവുമായിട്ടുള്ള സംഭാവനയാണ് നിങ്ങൾ കഴിഞ്ഞ 21 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹായജ്ഞമെന്ന് വളരെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദു ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എക്കാലത്ത് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നത് വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് തന്നെയാണ്. വിവേകാനന്ദ സ്വാമികൾ ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ ഹിന്ദു എന്ന വാക്ക് കേൾക്കുമ്പോൾ സിരകളിൽ മിന്നൽ പിണരുകൾ ഉണ്ടാകുന്നത്, അപ്പോഴേ നീ ഒരു യഥാർത്ഥ ഹിന്ദു ആവുകയുള്ളൂ എന്ന് വിവേകാനന്ദ സ്വാമികൾ ഇന്നേക്ക് 150 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ നിന്റെ സിരകളിൽ മിന്നൽ പിണറുകൾ ഉണ്ടായാൽ മാത്രമേ നീ യഥാർത്ഥ ഹിന്ദുവാകൂ. ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ നാഭീനാള ബന്ധത്തിലൂടെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ പേരാണ് ഹിന്ദു. ആ സംസ്കാരത്തിന്റെ പേരാണ് സനാതന മൂല്യങ്ങൾ. ആ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് കടം കൊണ്ടതല്ല. ആ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദർശനത്തിൽ നിന്ന് കടം കൊണ്ടതല്ല. ആ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം വായിൽ നിന്ന് പകർത്തി തന്നതല്ല. ആ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തിന്റെ പൈതൃകമുണ്ടല്ലോ. വനാന്തരങ്ങളിൽ ധ്യാന നിമഗ്നരായിരുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, ആ ധ്യാനത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ആ അന്തസത്തയാണ് ഈ രാജ്യത്തിന്റെ സനാതനമാർന്ന മൂല്യങ്ങൾ. സനാതന മൂല്യങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നാർക്കും തിട്ടമില്ല. അത് ഒരിക്കലും അവസാനിക്കുന്നതുമില്ല. ഉത്ഭവമില്ലാത്തതുപോലെ തന്നെ അവസാനിക്കുന്നതുമല്ല സനാതന മൂല്യങ്ങൾ. ആ സനാതന മൂല്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിശ്ചയമില്ല. സനാതന മൂല്യങ്ങൾ നിങ്ങൾക്ക് എവിടെയൊക്കെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇന്നടത്ത് കാണാൻ സാധിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ നിങ്ങൾക്ക് പറയാൻ സാധിക്കും സർവ്വടത്തും അതുണ്ട്. അത് സർവ്വ മേഖലയിലും സനാതന മൂല്യങ്ങളെ കാണാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പറയാം. അതാണ് ഈ ഭാരതത്തിന്റെ സനാതന സംസ്കൃതി. അഹം ബ്രഹ്മം എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. എല്ലാവരിലുമുണ്ട്, എന്നിൽ, എന്റെ ഉള്ളിലുണ്ട്, എന്റെ തന്മാത്രകളിലുണ്ട്, എന്റെ ശരീരത്തിലെ ഓരോ ആറ്റത്തിലും ആ സനാതന മൂല്യമുണ്ട്. അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന മൈക്കിലുണ്ട് സനാതന മൂല്യം, ഇവിടെ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലുണ്ട്, ഇവിടെ കാണുന്ന സർവ്വചരാചരങ്ങളിലുമുണ്ട് ആ സനാതന മൂല്യം. ആ സനാതന മൂല്യത്തെ നിർവചിക്കാൻ സാധ്യമല്ല. ആ സനാതന മൂല്യത്തെ നിങ്ങൾക്ക് അളന്നു തൂക്കി തിട്ടപ്പെടുത്തി ഇത്ര സനാതന മൂല്യമുണ്ട് എന്ന് പറയുവാൻ സാധ്യമല്ല. ഇതിനെക്കുറിച്ച് പ്രായോഗികമായിട്ടുള്ള ബോധവും വിവരവും ഇല്ലാത്തവർ പല രീതിയിൽ സനാതന മൂല്യങ്ങളെ വക്രീകരിക്കാനും അവഹേളിക്കാനും അപമാനിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തിൽ അന്ധകാരത്തിന്റെ അഗാധമാർന്ന കയങ്ങളിലേക്ക് നിവദിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഭാരതത്തിന്റെ ചരിത്രമെന്ന് സനാതന മൂല്യങ്ങളെ ആക്രമിക്കുന്നവരോട് അടിവരയിട്ട് പറയുവാൻ ഈ ഹിന്ദു ഐക്യ സമ്മേളനം ആഗ്രഹിക്കുകയാണ്. സനാതന മൂല്യങ്ങൾ ശാശ്വതമാണ്, അത് സനാതനമാണ്, അത് അഭംഗുരമായിട്ട് ഒഴുകുന്ന ഒരു മഹാനദി പ്രവാഹമാണ്. അത് ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകും. സർവ്വ മഴത്തുള്ളികളും മഹാസമുദ്രത്തിലേക്കാണ് പതിക്കുന്നത്. മഹാസമുദ്രത്തിലെ വെള്ളം തന്നെയാണ് മഴത്തുള്ളികളായിട്ട് പിന്നെയും വീണുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ഇങ്ങനെയുള്ള ഒരു ചാക്രിക പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്രിയയെ ആർക്കും തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല.
സൂര്യൻ ഉദിക്കുന്നു, അത് അസ്തമിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു. സൂര്യപ്രകാശം സർവ്വതിലും സ്പർശിക്കുന്നു, മനുഷ്യരിലും സ്പർശിക്കുന്നു, മാലിന്യത്തിലും സ്പർശിക്കുന്നു, വെള്ളത്തിലും സ്പർശിക്കുന്നു, കരയിലും സ്പർശിക്കുന്നു, സർവ്വടത്തും സ്പർശിക്കുന്നു. സൂര്യപ്രകാശത്തിന് വിവേചനമില്ല. സൂര്യപ്രകാശം ഇന്നിടത്ത് സ്പർശിക്കില്ല, വീഴില്ല എന്ന് പറയുന്നില്ല. കുടിവെള്ളം സർവ്വടത്തുമുള്ളതാണ്, എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാണ്, സനാതനമാണ്. സൂര്യപ്രകാശം സനാതനമാണ്, നാം ശ്വസിക്കുന്ന വായു സനാതനമാണ്. അതുപോലെ തന്നെ ഹിന്ദു, അതും സനാതനമാണ്, സനാതനം തന്നെയാണ്. സർവ്വതിലും സനാതനമാർന്ന ആ മഹത്വം നമുക്ക് ദർശിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധ്യാത്മികതയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്നൊരു പ്രദേശമാണ്. ഈ ചൈതന്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇതിന്റെ സംഘാടകർ വളരെ വലിയൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ. നമുക്കറിയാം, ഈ രാജ്യത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉച്ചനീചത്വം ഉണ്ടായിരുന്നു, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഒക്കെ തന്നെ നമ്മൾ മാറ്റിയെടുത്തു. അതെങ്ങനെയാണ് മാറ്റിയെടുത്തത്? ആരെങ്കിലും യുദ്ധം ചെയ്ത് വെടിവെച്ച് തൊട്ടുകൂടായ്മ കാണിക്കുന്നവനെ വെടിവെച്ച് കൊന്നിട്ട് ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയിട്ടല്ല ഇവിടത്തെ തൊട്ടുകൂടായ്മ മാറ്റിയത്. വഴി നടക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവനെ കൊടിപിടിച്ച് ഖരാവോ ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ഇൻകുലാബ് വിളിച്ചിട്ടല്ല വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. സതി എന്ന് പറയുന്ന വളരെ ദുരാചാരപ്രകാരമായിട്ടുള്ള ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ആ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുക എന്ന അങ്ങേയറ്റം ദുരാചാരപ്രകാരമായിട്ടുള്ള ഒരു പ്രവൃത്തി. ആ പ്രവൃത്തിയെ ഈ രാജ്യത്ത് നിർത്തിയത് നിയമം മൂലം തൂക്കിലിട്ടുകൊണ്ടല്ല, സതി ആചരിക്കുന്നവരെയും ആചരിക്കാൻ പ്രേരിപ്പിക്കുന്നവരെയും നിയമത്തിന്റെ മുമ്പിൽ ജയിലിൽ അടച്ചുകൊണ്ടല്ല. അതെല്ലാം ഈ രാജ്യത്തുണ്ടായത് കാലാതിവർത്തിയായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽ ഓരോ കാലഘട്ടത്തിലും ദിവ്യന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ കടന്നു വന്ന് അവർ ആ സമൂഹത്തെ പരിവർത്തനം വരുത്തിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും അങ്ങനെയാണ്. ഇവിടെ നിന്ന് E.V. രാമസ്വാമി നായ്ക്കർ 1924 അങ്ങ് വൈക്കം സത്യാഗ്രഹത്തിന് കോട്ടയത്ത് വൈക്കത്ത് വന്നിരുന്നു. ആ വൈക്കത്ത് വന്ന് E.V. രാമസ്വാമി സംസാരിച്ചത് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ ആൾക്കാർ പറയുന്നത് പോലെ ആയിരുന്നില്ല സംസാരിച്ചത്. E.V. രാമസ്വാമി നായ്ക്കർ അന്ന് വൈക്കത്ത് വന്ന് സംസാരിച്ചത് ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനൊന്ന് എടുത്തു കേൾക്കാൻ ആ പുസ്തകം ഒന്നെടുത്ത് നോക്കാൻ ഇടയായി. അന്ന് അദ്ദേഹം അവിടെ സംസാരിച്ചത് ഹിന്ദു സമൂഹം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ മാത്രം ഇങ്ങനെ എണ്ണസംഖ്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, 5% മുസ്ലിങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, 25 ലക്ഷത്തിൽ പരം വരുന്ന ക്രിസ്ത്യാനികൾ വർദ്ധിച്ചിരിക്കുന്നു, പക്ഷെ ഹിന്ദു സമൂഹം ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വേവലാതിയായിരുന്നു E.V. രാമസ്വാമി നായ്ക്കർ അന്ന് 1924 600 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹ സമരത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ അതിനെക്കുറിച്ചായിരുന്നു. അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹം അതിനപ്പുറവും ചില കാര്യങ്ങൾ പറഞ്ഞു. ജാതി നശിപ്പിക്കാനല്ല, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാനാണ് ഞാൻ പോരാടുന്നത് എന്നും പറഞ്ഞത് ഇതേ E.V. രാമസ്വാമി നായ്ക്കർ ആയിരുന്നു. E.V. രാമസ്വാമി നായ്ക്കർ ഇന്ന് ഈ തമിഴ്നാട്ടിൽ ഇവിടത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആദർശമാണ്. കാറൽ മാർക്സിനെ പോലെയുള്ള ഒരാളായിട്ട് E.V. രാമസ്വാമി നായ്ക്കരെ കാണുന്നവരുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു കാറൽ മാർക്സിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ ലോകത്തിൽ ഏതെങ്കിലും വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവിന് തുല്യമായിട്ടോ E.V. രാമസ്വാമി നായ്ക്കരെ കാണുന്നതിന് ഇവിടുത്തെ ഹിന്ദു എതിരില്ല. കാരണം ഹിന്ദു ചാർവാഹകനെ സന്യാസി എന്ന് വിളിച്ച സംസ്കാരമാണ് ഹിന്ദുവിന്റെ സംസ്കാരം. അതുകൊണ്ട് E.V. രാമസ്വാമി നായ്ക്കർക്ക് ആ രീതിയിലുള്ള അംഗീകാരവും ആദരവും നൽകുന്നതിന് ഞങ്ങൾ തടസ്സമില്ല. ഒന്ന് മാത്രം ഓർക്കുക, E.V. രാമസ്വാമി നായ്ക്കർക്ക് ഒരു നവോത്ഥാന നായകനാകാൻ കഴിഞ്ഞത് അദ്ദേഹം ജീവിച്ചത് ഹിന്ദുസ്ഥാനിലായതുകൊണ്ടും അദ്ദേഹം ഒരു ഹിന്ദുവായതുകൊണ്ട് മാത്രമാണ് എന്നതാണ് ഈ സനാതന സംസ്കാരത്തിന്റെ സത്ത. അദ്ദേഹം ഒരു സെമറ്റിക് മതത്തിൽപ്പെട്ടവനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മതത്തിൽ അദ്ദേഹത്തിന് പരിവർത്തനം വരുത്താൻ സാധിക്കില്ലായിരുന്നു. 2000 വർഷങ്ങൾക്കപ്പുറം 20 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ആരംഭിച്ച ക്രിസ്ത്യൻ മതാനുയായിയായിരുന്നു E.V. രാമസ്വാമി നായ്ക്കറെങ്കിൽ E.V. രാമസ്വാമി നായ്ക്കറെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു നവോത്ഥാന നായകനായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം അദ്ദേഹം ജനിച്ച മതത്തിൽ ഒരു ചുക്കും ചെയ്യാൻ ഈ 2000 വർഷത്തിന്റെ പാരമ്പര്യത്തിനിടയിൽ സാധിക്കില്ല എന്നത് തന്നെ.
എന്തുകൊണ്ട് ഇ വി രാമസ്വാമി നായിക്കർ ഒരു സാമൂഹ്യ നവോത്ഥാന നായകനായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ജനിച്ചത് മുസ്ലിം അല്ലാത്തത് കൊണ്ടും ഹിന്ദു മതത്തിലായതുകൊണ്ടുമാണ്. 13 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അറേബ്യൻ മരുഭൂമികൾ ആരംഭിച്ച ഇസ്ലാം മത അനുശാസന പ്രകാരമാണ് ഇ വി രാമസ്വാമി നായിക്കർ ജനിച്ചതും വളർന്നതുമെങ്കിൽ ഇ വി രാമസ്വാമി നായിക്കർക്ക് അദ്ദേഹം ജനിച്ച മതത്തിൽ പരിവർത്തനം വരുത്താൻ സാധിക്കുമായിരുന്നോ? അദ്ദേഹം ജനിച്ച മതത്തിൽ ഇത്തരത്തിലുള്ള നവോത്ഥാനം നടത്താൻ സാധിക്കുമായിരുന്നോ? സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇ വി രാമസ്വാമി നായിക്കർ എന്ന് പറയുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ രാജ്യത്തിന്റെ സനാതനമാർന്ന മൂല്യമാണ്, സനാതന ധർമ്മമാണ്, ഹിന്ദുവാണ്. ഹിന്ദുവിന് മാത്രമേ വിവേകാനന്ദനെ സൃഷ്ടിക്കാൻ സാധിക്കൂ. ഹിന്ദുവിന് മാത്രമേ രാജാറാം മോഹൻ റോയിയെ സൃഷ്ടിക്കാൻ സാധിക്കൂ. ഹിന്ദുവിന് മാത്രമേ മഹാത്മാ അയ്യങ്കാളിയെ സൃഷ്ടിക്കാൻ സാധിക്കൂ. ഹിന്ദുവിന് മാത്രമേ മഹാത്മാ അയ്യാ വൈകുണ്ഠസ്വാമിയെ സൃഷ്ടിക്കാൻ സാധിക്കൂ. ഹിന്ദുവിന് മാത്രമേ ശ്രീനാരായണ ഗുരുദേവനെ സൃഷ്ടിക്കാൻ സാധിക്കൂ. ഹിന്ദുവിന് മാത്രമേ മന്നത്ത് ആചാര്യനെ സൃഷ്ടിക്കാൻ സാധിക്കൂ. ഹിന്ദുവിന് മാത്രമേ ആർ ശങ്കറിനെ സൃഷ്ടിക്കാൻ സാധിക്കൂ. ഹിന്ദുവിന് മാത്രമേ ചട്ടമ്പി സ്വാമികളെ സൃഷ്ടിക്കാൻ സാധിക്കൂ. അതാണ് ഹിന്ദു. അതാണ് ഹിന്ദു. ആ ഹിന്ദുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് ഹിന്ദുവിന് നേരെ അവഹേളനയും അസഭ്യവും വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, മനസ്സിലാക്കുക, നിങ്ങളെയെങ്കിലും മനസ്സിലാക്കുക എന്നാണ് ഞങ്ങളെ അധിക്ഷേപിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പാരമ്പര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇന്നലകളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അച്ഛനെ കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ അമ്മയെ കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ അപ്പൂപ്പനെയും മുതുമുത്തപ്പനെയും കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ അമ്മൂമ്മയെയും മുത്തുമുത്തശ്ശിയെയും കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളുടെ പൈതൃകത്തിന്റെ തായ്പേരുകൾ തേടി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനൊരു സനാതനിയാണ് എന്ന്, ഞാനൊരു സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഹിന്ദു ഒരിക്കലും ഒരു മതത്തെയും അധിക്ഷേപിച്ചിട്ടില്ല. ഹിന്ദു സമൂഹം ഒരിക്കലും ഒരു മതത്തെയും അധിക്ഷേപിച്ചിട്ടില്ല. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മതം അധിക്ഷേപിക്കപ്പെടേണ്ടതല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മതമാകാം. മതം എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം എന്നത് മാത്രമാണ് സാധാരണ രീതിയിൽ അതിന് നൽകുന്ന അർത്ഥവ്യാഖ്യാനം, അത്രമാത്രമാണ്. മതം എന്നാൽ എന്റെ ജീവിത രീതി, എന്റെ അഭിപ്രായമാണ്. അതിനപ്പുറം മതത്തിന് മറ്റൊരാഖ്യാനവും നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഭാരതം എന്ന് പറയുന്നത് വലിയ വലിയ ആപ്തവാക്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നാടാണ്. വസുദൈവ കുടുംബകം എന്നാണ് ഭാരതത്തിന്റെ ആപ്തവാക്യം. ലോകം തന്നെ ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, ഏത് പ്രദേശത്ത് ജീവിക്കുന്നവനാണ് എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. വസുദൈവ കുടുംബകം, ലോകം തന്നെ ഒരു കുടുംബമാകുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകത്തുള്ള സമസ്തവും സുഖത്തോടുകൂടി ജീവിക്കട്ടെ. ഞാനും എന്റെ ഹിന്ദു മുന്നണിക്കാരും ഹിന്ദു ഐക്യവേദിക്കാരും മാത്രമല്ല, ഞാനും എന്റെ കുടുംബവും എന്റെ ഭാര്യയും എന്റെ മകളും മാത്രമല്ല, ഞാൻ മനുഷ്യരായിട്ടുള്ള ഞാനും നിങ്ങളും മാത്രമല്ല, തമിഴന്മാർ മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, കർണാടകക്കാർ മാത്രമല്ല, ഈ രാജ്യത്തുള്ള സകല മനുഷ്യരും, ലോകത്തുള്ള സകല മനുഷ്യരും, സർവചരാചരങ്ങളും, സമ്പൂർണ്ണ ലോകവും സുഖത്തോടുകൂടി വർത്തിക്കട്ടെ. ലോകത്തെ സമസ്തവും, എന്തിനേറെ ഇഴജന്തുക്കൾ പശു, നാൽക്കാലികൾ, സർവ്വതും, സകല പച്ചപ്പുകൾ, ചെടികൾ എല്ലാം സുഖത്തോടുകൂടി ജീവിക്കട്ടെ. അരുവികൾ സ്വച്ഛന്തമായി ഒഴുകട്ടെ. ഇതാണ് ഭാരതീയ സങ്കല്പം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞ ഭാരതത്തിന് എങ്ങനെയാ ഒരു വർഗീയവാദിയാകാൻ സാധിക്കുക? ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറയുന്ന ഹിന്ദുവിന് എങ്ങനെയാണ് ഒരു മതവാദിയാകാൻ സാധിക്കുക? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഹിന്ദു ഉള്ളത് കൊണ്ടല്ലേ ഈ രാജ്യം 1947 ഓഗസ്റ്റ് 15 സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി അശോക ചക്ര അലങ്കൃതമാർന്ന ത്രിവർണ പതാക ചെങ്കോട്ടയിൽ ആകാശത്തിൽ ഉയർത്തി ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ജനത വന്ദേ മാതരവും ഭാരത് മാതാ കി ജയ്യും ആവേശത്തോടു കൂടി ഉദ്ഘോഷിച്ച സമയത്ത് ഈ രാജ്യം ഒരു മതേതര രാജ്യമായിട്ട് നിലനിന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിക്കണ്ടേ? സനാതന മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നവനും സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നവനും അറിയണ്ടേ എന്തുകൊണ്ടാണ് ഈ രാജ്യം ഒരു മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്നത്?
മതേതരത്വത്തിന്റെ അപ്പുറത്തൊരു മുദ്രാവാക്യം 5000 വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർ ലോകത്തിന് നൽകിയിരുന്നു. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതിലപ്പുറം മതേതരത്വത്തിന് ഒരു നിർവചനം നൽകാൻ ലോകത്ത് മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രത്തിനോ ഏതെങ്കിലും ദർശനത്തിനോ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിനോ ദർശനത്തിനോ സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ രാജ്യം ഒരു മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്നത്, ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് നിലനിൽക്കുന്നത്, ഒരു സെക്കുലർ രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. ജനാധിപത്യവും മതേതരത്വവും ഇവിടുത്തെ ഹിന്ദുവിന്റെ സംഭാവനയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഹിന്ദുവിന്റെ സംഭാവനയാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇവിടുത്തെ ഹിന്ദുവിന് മാത്രമേ ലോകത്തെ എല്ലാ മതങ്ങളെയും ഒന്നായിട്ട് കാണാൻ സാധിക്കൂ. ഇവിടുത്തെ ഹിന്ദുവിന് മാത്രമേ സകല ചരാചരങ്ങളിലും ഒരേ ജീവന്റെ ചൈതന്യമെന്ന് ഉറക്കെ പറയുവാൻ സാധിക്കുക ഹിന്ദുവിന് മാത്രമാണ്. ഇവിടുത്തെ ഹിന്ദുവിന് മാത്രമേ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ സാധിക്കൂ. ഇവിടുത്തെ ഹിന്ദുവിന് മാത്രമേ അദ്വൈതം എന്ന് പറയാൻ സാധിക്കൂ. ഇവിടുത്തെ ഹിന്ദുവിന് മാത്രമേ തത്വമസി എന്ന് പറയാൻ സാധിക്കൂ. അത് ഞാൻ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കൂ. ശബരിമല സന്നിധാനത്തിന്റെ കാലഘട്ടമാണിത്. ഇവിടെ നിന്നും ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർ സന്നിധാനത്തേക്ക് അവിടെ ഈ രീതിയിൽ നമ്മുടെ ശരണം വിളിച്ച് സന്നിധാനത്തേക്ക് ശബരിമല ശാസ്താവിന്റെ മുന്നിലേക്ക് പോകാറുണ്ട്. ശബരിമല ശാസ്താവിന്റെ മുന്നിലെത്തി അവിടെ 18ാം പടി ചവിട്ടി മുകളിലെത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു തത്വമസി. നീ ആരെയാണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നീ അന്വേഷിച്ചു വന്ന ദൈവം നീ തന്നെയാകുന്നു. ഏത് മതത്തിന് അത് പറയാൻ സാധിക്കുക? ലോകത്ത് ഏതെങ്കിലും ഒരു സംസ്കാരത്തിന് അത് പറയാൻ സാധിക്കോ? നീ അന്വേഷിച്ചു വന്ന ദൈവം നീ തന്നെയാകുന്നു. ഇരുമുടിക്കെട്ടുമായിട്ട് 41 ദിവസം വ്രതം നൊന്ത് അങ്ങോട്ടേക്ക് ശബരിമലയിൽ കാനനം മുഴുവൻ താണ്ടി കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ കടന്ന് ഇങ്ങനെ ചെരുപ്പിടാതെ കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും മാത്രമിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ആ ഭക്തൻ ഇത്രയും കഷ്ടതയും യാതനയും ത്യാഗവും സഹിച്ച് ഇരുമുടിക്കെട്ടിൽ നിന്നുള്ള തേങ്ങ അവിടെ ഉടച്ചതിന് ശേഷം പടിക്കെട്ടേറി മോളിലെത്തുമ്പോൾ എത്തിവെച്ചിരിക്കുന്നു. നീ ആരെയാണോ അന്വേഷിച്ച് നടക്കുന്നത് അത് നീ തന്നെയാണ്. നീ തന്നെയാണ് ശിവൻ, നീ തന്നെയാണ് പരമേശ്വരൻ, നീ തന്നെയാണ് കൃഷ്ണൻ, നീ തന്നെയാണ് എല്ലാം, സർവ്വതും നീ തന്നെയാണ് എന്നല്ലേ പറയുന്നത്? അങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു ദർശനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു മതം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ക്രിസ്തീയ സഹോദരന്മാരുണ്ട്. ആ ക്രിസ്തീയ സഹോദരന്മാർക്കിടയിൽ നിന്ന് ഒരു യേശുക്രിസ്തു എന്നു പേരുള്ള മനുഷ്യനെ നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും കാണാൻ സാധിക്കില്ല. യേശുക്രിസ്തു എന്നു പേരുള്ള ഒരു ക്രിസ്ത്യൻ സഹോദരനെ ഒരമ്മയും പ്രസവിച്ചിട്ടില്ല. നമ്മുടെ ഒറ്റ യേശുക്രിസ്തുവേ ഈ ലോകത്ത് പൂജാതനായിട്ടുള്ളൂ. ആരും യേശുക്രിസ്തുവായിട്ട് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചിട്ടില്ല. അള്ളാഹായിട്ടോ മുഹമ്മദ് നബിയായിട്ടോ ഒരു മുസൽമാനും അവർ ജനിച്ചതിന് ശേഷം ഒരു മുസ്ലിം വീട്ടിലും ജനിച്ചിട്ടില്ല, ഒരു മുസ്ലിം ഭവനത്തിലും ജനിച്ചിട്ടില്ല. എന്താ കാരണം? ആർക്കും യേശുക്രിസ്തു എന്ന സ്വന്തം കുഞ്ഞിന് പേരിടാൻ പാടില്ല, പേരിടുന്നത് കുഴപ്പമാണ്, കുറ്റമാണ് എന്ന് തോന്നിയത് കൊണ്ടാണോ? അല്ല, യേശുക്രിസ്തു ഒരാളേ ഉള്ളൂ. പിന്നെയുള്ളവരെല്ലാം ക്രിസ്തുദാസുമാരാണ്, ക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങളാണ്. ദൈവം ഒന്നേ ഉള്ളൂ, യേശുദേവന്റെ പേര് മറ്റാർക്കും ഇടാൻ പറ്റില്ല. അതാണ് സെമറ്റിക് മതമായിട്ടുള്ള ക്രിസ്തു മതത്തിന്റെ വിശ്വാസം. മുസ്ലിം മതത്തിന്റെ വിശ്വാസം അല്ലാഹ് എന്ന് പറയുന്ന പരമമായ ദൈവം. ആ ദൈവത്തിന് രൂപമില്ല, ഭാവമില്ല. അദ്ദേഹത്തിന്റെ പേര് മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ നബി തിരുമേനിയുടെ പേര് പോലും ഒരു മനുഷ്യനും ഇടാൻ പാടില്ല. അവിടെ ദൈവം സമ്പൂർണമാണ്, ദൈവം അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. പക്ഷെ നമ്മളുടെ മുമ്പിലോ ഇവിടെ വേദിയിൽ ഇരിക്കുന്നവരിൽ കൃഷ്ണന്മാരുണ്ട്, ശിവന്മാരുണ്ട്, സുരേഷുമാരുണ്ട്, എല്ലാവരും ദൈവങ്ങളുടെ പേരാ. സദസ്സിൽ ഇരിക്കുന്നവരിൽ ലക്ഷ്മിമാരുണ്ട്, സരസ്വതിമാരുണ്ട്, മണികണ്ഠന്മാരുണ്ട്, എല്ലാം ദൈവങ്ങളുടെ പേരാ. ഇവിടത്തെ ഹിന്ദുവിന്റെ ഇടയിലേക്ക് പോയി 1000 ഹിന്ദുവിനെ എടുത്താൽ 800 ഹിന്ദുവിന്റെയും പേര് ദൈവങ്ങളുടെ പേരാ, ഹിന്ദു ദൈവങ്ങളുടെ പേരാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സനാതനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്
എന്താണ് സനാതനം എന്ന് പറയുന്നത്? ഉദയനിധി എന്ന് പറയുന്നതും ദൈവത്തിന്റെ പേരാ. കരുണാനിധി എന്ന് പറയുന്നതും ദൈവത്തിന്റെ പേരാ. വിജയൻ എന്ന് പറയുന്ന, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാ വരുന്ന, എന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ. പിണറായി വിജയൻ എന്ന പേരുള്ള ഒരു ദൈവമില്ല. പക്ഷെ വിജയൻ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. പക്ഷെ അവർക്കറിയില്ല. അവർക്ക് ഈ പേരിട്ട് അവരുടെ പിതാമഹന്മാർക്ക് സനാതന മൂല്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ള അറിവ് മാത്രം ഇക്കൂട്ടർക്കുണ്ടാകാതെ പോയി എന്നതാണ് ഏറ്റവും വലിയൊരു ദുരന്തം. ഏറ്റവും വലിയൊരു ദുരന്തം അവിടെയാ. പ്രിയപ്പെട്ടവരെ, സനാതന മൂല്യത്തെക്കുറിച്ചും ഈ രാജ്യത്തിന്റെ പൈതൃക സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഏറെ സമയം സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥി ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ ഇവിടെ പ്രസംഗകരായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോ തന്നെ വളരെ വൈകി പോകുന്ന ഈ പ്രസംഗം ഇനിയും കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ രാജ്യം ചില മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സനാതന സംസ്കൃതിയുടെ ഉദാത്തമാർന്ന ദർശനങ്ങൾ ഈ രാജ്യത്തിന്റെ അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സനാതന സംസ്കൃതിയുടെ ദർശനങ്ങൾ കേവലം പുസ്തകത്താളുകളിലല്ല, കേവലം മൈക്കിന്റെ മുമ്പിലുള്ള പ്രഭാഷണങ്ങളിലല്ല, ഈ രാജ്യത്തിന്റെ ജീവിതചര്യയിൽ തന്നെ സനാതന മൂല്യങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സനാതന മൂല്യങ്ങൾ രാജ്യത്തിന്റെ രാജനൈതിക രംഗത്ത് ഉത്ഭവിച്ചതോടുകൂടി ചിലർക്ക് ആകെ അസ്വസ്ഥതകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ആ അസ്വസ്ഥതകളുള്ളവർ പറയുന്നു, കട്ടിംഗ് സൗത്ത്. ഈ സൗത്ത് ഇന്ത്യയുടെ ഭാഗമല്ല, ഈ സൗത്ത് ഈ രാജ്യത്തിന്റെ ഭാഗമല്ല. കട്ടിംഗ് സൗത്ത്. കർണാടകയും ആന്ധ്രയും തമിഴ്നാടും അതോടൊപ്പം തന്നെ പോണ്ടിച്ചേരിയും കേരളവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊരു പ്രത്യേക സംസ്കാരമാണെന്നും ആ സംസ്കാരത്തിന് നേതൃത്വം നൽകിയവർ സനാതന മൂല്യത്തെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവരാണെന്നും അവഹേളിക്കാൻ ശ്രമിക്കുന്നവരാണെന്നും അപമാനിക്കാൻ ശ്രമിക്കുന്നവരാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അങ്ങനെ കട്ടിംഗ് സൗത്ത് പറഞ്ഞവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ സൗത്തിനെ കട്ട് ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സൗത്തിനെ കട്ട് ചെയ്യാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ 2023 ഇന്ത്യൻ പാർലമെന്റ് ഒരു പുതിയ മന്ദിരത്തിലേക്ക് മാറി. ആ ഇന്ത്യൻ പാർലമെന്റ് ഒരു പുതിയ മന്ദിരത്തിലേക്ക് മാറിയപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം എന്താണ്? 1947 ഓഗസ്റ്റ് മാസം 29 ഇവിടെ ചോള രാജാക്കന്മാരുടെ രാജാവകാശത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ചെങ്കോൾ 1947 ഓഗസ്റ്റ് മാസം 29 തിരുവടിത്തുറൈ അധീനം നമ്മുടെ അന്ന് അധികാരമേറ്റെടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് നൽകി. ജവഹർലാൽ നെഹ്റു മൗണ്ട് ബാറ്റൺ പ്രഭുവിൽ നിന്ന് ഇന്ത്യയുടെ ജനാധിപത്യ അധികാരം കയ്യിലേറ്റു വാങ്ങിയ ജവഹർലാൽ നെഹ്റുവിന് ആ കയ്യിലേറ്റു വാങ്ങിയതിന്റെ പ്രതീകമായിട്ട് നൽകിയത്, നിങ്ങൾ ഈ സൗത്തിനെ ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കണം, അന്ന് നൽകിയ ആ സെങ്കോൾ കഴിഞ്ഞ 75 വർഷമായിട്ട് ഇന്ത്യയിൽ മറ്റാരും കണ്ടിട്ടില്ല. അലഹബാദിലെ ഒരു മ്യൂസിയത്തിൽ പോയാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഉപയോഗിച്ച ഊന്നുവടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവിടെ കുത്തിവച്ചിരിക്കുകയായിരുന്നു ഈ സെങ്കോൾ. ആ സെങ്കോൾ ഈ രാജ്യത്തിനൊരു പുതിയ പാർലമെന്റ് ഉണ്ടായപ്പോൾ ആ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സെങ്കോളിന് അതിനർഹിക്കുന്ന അംഗീകാരം നൽകിക്കൊണ്ട് തിരുവടിത്തുറൈ അധീനത്തിന്റെ സന്യാസി വര്യന്മാർ ഉച്ചരിച്ച മന്ത്രധ്വനികളുടെ ആവേശത്തിലും ആ അഭിമാനത്തിലും ആ സെങ്കോൾ കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ സ്ഥാപിച്ചതോടുകൂടി എന്റെ പ്രിയപ്പെട്ട സനാതന ധർമ്മദ്രോഹികളെ, നിങ്ങളുടെ ഈ ഇന്ത്യയെ വിഭജിക്കാനുള്ള അജണ്ടക്ക് ഞങ്ങൾ മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സെങ്കോൾ വെച്ചുകൊണ്ട് മാത്രമല്ല, സെങ്കോൾ വെച്ച് നരേന്ദ്ര ദാമോദർ ദാസ് മോദി മാത്രമല്ല,
ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഈ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശം ഉൾപ്പെടെയുള്ള എല്ലാം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് രാജ്യത്ത് തെളിയിച്ച ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഈ രാജ്യം മുഴുവൻ തന്നെ തീർത്ഥാടനം നടത്തി ഇങ്ങനെ ചെന്നൈയിൽ വന്ന് ചെന്നൈയിലെ കാഞ്ചി കാമകോടിയിൽ ഒരു മഠം സ്ഥാപിച്ചുകൊണ്ട് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആദിശങ്കരൻ പറഞ്ഞു, ഈ തമിഴ്നാട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, ഇതിനെ നിങ്ങൾക്ക് സനാതനത്തെ വിമർശിച്ചുകൊണ്ട് വെട്ടിമാറ്റുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അന്ന് ശ്രീ ശങ്കരാചാര്യർ 1000 വർഷങ്ങൾക്ക് 100 കണക്കിന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ വാക്ക് 1892 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവേകാനന്ദ സ്വാമികൾ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് പരിവ്രാജകനായിട്ട് യാത്ര ചെയ്ത് അദ്ദേഹം ഷിക്കാഗോ ലോകമത മഹാസമ്മേളനത്തിന് പോകുന്നതിന് മുമ്പായി ഈ കന്യാകുമാരി ദേവിയുടെ സവിധത്തിൽ വന്നിരുന്നു കൊണ്ട് ധ്യാന നിമഗ്നനാകുന്ന സമയത്തും അദ്ദേഹം ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് സനാതന മൂല്യങ്ങളുടെ മടിത്തട്ടാണ് ഈ തമിഴ്നാട് എന്നാണ് അന്ന് മഹാവിവേകാനന്ദ സ്വാമികൾ പ്രഖ്യാപിച്ചത്. ആ വിവേകാനന്ദൻ അന്ന് നരേന്ദ്രൻ വന്ന് ഇവിടെ ധ്യാനമിരുന്നുവെങ്കിൽ പുതിയ നരേന്ദ്രൻ, അഭിനവ നരേന്ദ്രൻ, നരേന്ദ്ര ദാമോദർദാസ് മോദി ഈ 2024 മെയ് മാസം 3ാം സർക്കാർ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് 3ാം സർക്കാരിലൂടെ ഈ രാജ്യത്തെ ലോകത്തിലെ വൻ ശക്തിയാക്കുക എന്ന മഹാലക്ഷ്യവുമായിട്ട് ധ്യാന നിമഗ്നരായിട്ട് 48 ദിവസം വന്നിരുന്നതും ഇതേ കന്യാകുമാരി എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമുക്കിതിനപ്പുറം എന്ത് നേട്ടമാണ് വേണ്ടത്? എന്റെ സഹപ്രവർത്തകരെ, അഭിമാനിക്കാൻ നമുക്കിതിലപ്പുറം എന്ത് നേട്ടമാണ് വേണ്ടത്? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സനാതന മൂല്യങ്ങളുടെ ഈ മഹത്തായിട്ടുള്ള പ്രവാഹത്തിൽ തമിഴനും മലയാളിയും കന്നഡക്കാരനും തെലുങ്കനും ബീഹാറിയും ഉത്തർപ്രദേശുകാരനും മിസോറാംകാരനും മേഘാലയക്കാരനും നാഗാലാൻഡുകാരനും കാശ്മീർകാരനും എല്ലാവരും ഒരു ചരടിൽ കോർത്ത ഭാരത മക്കളാണ്. ഒരു സംസ്കാരത്തിന്റെ ചരടിൽ കോർത്ത മനോഹരമായിട്ടുള്ള ഒരു പുഷ്പഹാരമാണ് ഈ രാജ്യത്തിന്റെ സനാതന മൂല്യങ്ങളിൽ അടിയുറയ്ക്കുന്ന ഹിന്ദു ഐക്യത്തിന്റെ ഉജ്ജ്വലമാർന്ന സനാതന സംസ്കാര ദർശനമെന്ന് നേരറിവും തിരിച്ചറിവും ബോധമുള്ള മനുഷ്യന്റെ മസ്തിഷ്കങ്ങളിലേക്ക് ഒരു പ്രയാണം നടത്താൻ, പ്രവഹിപ്പിക്കാൻ, അതിലൂടെ സന്നിവേശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഹിന്ദു മഹാസമ്മേളനങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതിനു വേണ്ടിയുള്ള സംരംഭങ്ങളായിട്ട് ഇതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഇതാ പുതിയൊരു പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ വരുന്നു. കാശി തമിഴ് സംഗമം എന്ന നിലയിൽ ഉജ്ജ്വലമായിട്ടുള്ള പരിപാടികളും പദ്ധതികളും ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടുകയാണ്. തമിഴ് സമൂഹത്തെ കാശിയോട് ബന്ധിപ്പിക്കുന്ന ആ മനോഹരമായിട്ടുള്ള സാംസ്കാരിക ചാരുത ഒരുമിച്ചു ചേരുന്ന ഉദാത്തമാർന്ന ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന് നരേന്ദ്രമോദി, കാശിയുടെ MP-യും കൂടിയായിട്ടുള്ള നരേന്ദ്രമോദി ആ മഹത്തായിട്ടുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. തമിഴ് സമൂഹം എന്ന് പറയുന്നത് ഇന്ന് ഈ രാജ്യത്തിന്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള സാംസ്കാരിക പൈതൃകത്തിന്റെ ആ മഹത്തായിട്ടുള്ള പാരമ്പര്യം പേറുന്ന ജനതയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ദേശീയ വികാരമാണ് ഈ രാജ്യത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതുപോലെ തന്നെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളും ഇതിനോടകം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഇനിയും അഭംഗുരം മുന്നോട്ട് പോകും. ആർക്കും തടയാൻ സാധ്യമല്ല, ആർക്കും ചെറുക്കാൻ സാധ്യമല്ല, ആരാലും തടയാൻ സാധിക്കാത്ത വിധത്തിലുള്ള സനാതനമാർന്ന സംസ്കൃതിയാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് ഒരു വികാരമാണ്, അതൊരു ഉജ്ജ്വലമായി, അതൊരു സംസ്കാരമാണ്, അതൊരു അഭിനിവേശമാണ്. അതിനെ ചങ്ങലക്കിടാൻ സാധ്യമല്ല, അതിനെ ജയിലഴികൾക്കുള്ളിൽ അടയ്ക്കാൻ സാധ്യമല്ല, അതിനെ വെള്ളത്താൽ അലിയിക്കാൻ സാധ്യമല്ല, അതിനെ കാറ്റാൽ തെറിപ്പിച്ചു കൊണ്ട് പോകുവാനും സാധ്യമല്ല. അങ്ങനെ വെള്ളത്താൽ അലിയിക്കാൻ സാധിക്കാത്ത, കാരാഗ്രഹങ്ങളിൽ അടയ്ക്കാൻ സാധിക്കാത്ത സനാതനമാർന്ന മൂല്യങ്ങൾ എവിടെ നിന്നോ ഉത്ഭവിച്ച് എന്നെന്നുമായിട്ട് ഒഴുകി നടക്കുന്ന ആ സനാതനമായിട്ടുള്ള മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജാതിക്കപ്പുറത്ത്, പ്രാദേശികതയ്ക്കപ്പുറത്ത് ഞാൻ സനാതന ഹിന്ദുവാണ് എന്ന് ഏത് നട്ടാൽ പാതിരാക്കും ഉറക്കെ വിളിച്ചു പറയും
ഓരോ ഹിന്ദുവും തയ്യാറാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ മാത്രമല്ല സംരക്ഷിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ്, നിങ്ങളുടെ തലമുറയെ സംരക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഈ പരിപാവനമായ ഭാരതത്തെ സംരക്ഷിക്കുകയാണ്. ഈ ഭാരതം ലോകത്തിന് നേതൃത്വം നൽകുന്ന ഭാരതമാണ്. ലോകത്തെ ഇന്നത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്റെ ഭൂമി, നിങ്ങളുടെ ഭൂമിയായിട്ടുള്ള ഈ ഭാരതം. വരുന്ന 3-4 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുകയാണ്. പിന്നെ ഇന്ത്യയുടെ മുന്നിൽ ചൈനയും അമേരിക്കയും മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ രാജ്യം എങ്ങനെയാണ് ലോകത്തിലെ വൻശക്തിയായിട്ട് മാറുന്നത്? ഈ രാജ്യത്തിന് അദ്വൈതമായ ഒരു ആദർശമുണ്ട്. ഏകാത്മ മാനവ ദർശനം എന്ന മഹത്തായിട്ടുള്ള ഒരു ആദർശമുണ്ട്. ആ ആദർശം ക്യാപിറ്റലിസത്തിനും കമ്മ്യൂണിസത്തിനും ബദലാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചതിലൂടെയാണ് ഇന്ത്യ ലോകത്തിലെ മഹാശക്തിയായിട്ട് മാറുന്നത്. വൈജ്ഞാനിക ലോകത്ത് ഇന്ത്യയുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു പ്രത്യയ ശാസ്ത്രവുമില്ല. ആദർശത്തിന്റെ തലത്തിൽ ഇന്ത്യയുടെ പൊതുപ്രവർത്തനവുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു ദർശനവും ലഭ്യമല്ല. അതുകൊണ്ട് ഇന്ത്യ പഴയ പ്രഭാവത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. വൈജയന്തി പാറിക്കുകയാണ്. ഇന്ത്യയുടെ മഹത്തായിട്ടുള്ള വൈജയന്തി ലോകത്തിന്റെ മുമ്പിൽ പാറിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ മാത്രം യോഗയായിരുന്ന യോഗ ഇന്ന് ആഗോള യോഗയായിട്ട് മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഓരോ വിജ്ഞാനത്തിന്റെ രത്നതന്തുക്കളും ലോകത്തിന്റെ വിജ്ഞാനമായിട്ട് മാറുന്ന അസുലഭമായ, അനുഭൂതിദായകമായ, ആവേശദായകമായിട്ടുള്ളൊരു പുതിയ ഭാരതത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ഭാരതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സനാതന മൂല്യങ്ങളിലാണ്. ആ മൂല്യത്തിൽ അടിയുറച്ചുകൊണ്ട് ഞാൻ ഈ ഭാരതത്തിന് വേണ്ടി ജീവിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും, എന്റെ തലമുറയ്ക്ക് വേണ്ടി ജീവിക്കും. എന്നിൽ ജാതിയില്ല, എന്നിൽ പ്രാദേശികതയില്ല, എന്നിൽ മതം പോലുമില്ല, പക്ഷെ എന്നിൽ സനാതന തത്വങ്ങളുണ്ട് എന്ന് ഉറക്കെ 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 എപ്പോഴും 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 പറയുവാൻ ഓരോ ഹിന്ദുവിനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് 1000 അഭിവാദ്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ അരുൺ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്റെ സാദരമായിട്ടുള്ള നമസ്കാരം നേരുന്നു. പൊങ്കൽ മഹോത്സവം മകര സംക്രമത്തിന്റെ ആ മഹത്തായിട്ടുള്ള ദർശന സൗഭാഗ്യമാണ് പൊങ്കൽ മഹോത്സവം. ആ പൊങ്കൽ മഹോത്സവ ആശംസകൾ എല്ലാവർക്കുമായിട്ട് സർവേശ്വരന്റെ പേരിൽ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഭാരത് മാതാ.